2 ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പുഴുങ്ങി വെക്കണം. ഒരു 3 ബ്രെഡ് എടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയിട്ട് ബ്രെഡ് പൊടിച്ച് വെക്കണം. ഉരുളക്കിഴങ്ങ് ഉടച്ചതിലേക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയില, മൊത്തത്തിലങ്ങ് കുഴച്ച് വെക്കണം. അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചപ്പാത്തി പലകയിലേക്ക് അരിപ്പൊടി വിതറി കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പോകും. ഇതുപോലെ പരത്തിയെടുക്കണം. കൂടുതൽ നൈസായി പരത്തിയും വേണ്ട, കട്ടിയിലും വേണ്ട, ഇതേപോലെ മതി. നല്ല ടേസ്റ്റിനാണ് ഈ സ്നാക്സ്. കൂടുതൽ പണിയൊന്നുമില്ല. മസാല വാട്ടണ്ട, ഒരു പണിയും ഇല്ലാത്തൊരു സ്നാക്സാണ്. 4 ഭാഗത്തു നിന്നും ഇതുപോലെ കട്ടാക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഷേപ്പിലാക്കി കൊടുക്കണം. ഈ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ ഈ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഈ ഷേപ്പാണ് കാണാൻ ഭംഗി. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. കൂടുതൽ പണിയൊന്നുമില്ലാത്തൊരു ഈസി സ്നാക്സാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. മൊത്തത്തിലങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടാതെ വേണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ആക്കി കൊടുക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ സ്നാക്സും ചെയ്തെടുക്കണം. ചൂടോടുകൂടി അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയുമാണ്, ഉള്ളിൽ നല്ല ജ്യൂസിയുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 2 ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇത്രയും സ്നാക്സ്